രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയും വെറും 10 രൂപയ്ക്ക് കുറച്ചധികം എണ്ണക്കടികളൊക്കെ കൊടുക്കുന്ന ഒരു അമ്മയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. 50 വർഷത്തിന് മേലെയായി കേട്ടോ അമ്മ കട നടത്തുന്നത്. 86 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും അമ്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വരും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഉണ്ട് പഴംപൊരി, പരിപ്പ് വട, കപ്പ വറുത്തത്, ഉണ്ണിയപ്പം. എല്ലാ ദിവസവും ഉണ്ടാവും ഇതെല്ലാം? മാറി മാറിയൊക്കെ ഉണ്ടാക്കും. ചിലപ്പോ സുഖിയനുണ്ടാവും. നെയ്യപ്പം എല്ലാം ഉണ്ടാവും. ഇന്നില്ല സുഖിയൻ? ഇന്നില്ല. എത്ര മണിക്ക് തുറക്കും? 7 മണിക്ക്. 7 മണിക്ക് ഓണം 5:30 ആകുമ്പോ പോകും. അപ്പൊ എല്ലാം കഴിയും? എല്ലാം ചിലപ്പോ തീർത്തില്ല. ഓർഡർ ഒക്കെ വരുന്നുണ്ടോ? അല്ലാതെ ചിലപ്പോഴൊക്കെ വരും. പോണവരൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോകും. അമ്മയുടെ പേരെന്താ? കമലമ്മ. കമലമ്മ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 19 വർഷമായി. 50 വർഷമായി ഈ കട തുടങ്ങിയിട്ട്? ഇവിടെ അല്ല, പലയിടത്തായിട്ട്. ഓ ശരി ശരി. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 85 വയസ്സ്. 10 രൂപയുള്ളൂ ഈ കടികൾക്കെന്ന് പറഞ്ഞാലും പഴംപൊരിക്കകത്തൊക്കെ പകുതി കായ കേട്ടോ ഉള്ളത്. ഈ ഒരു പഴംപൊരി എത്ര രൂപ കൊടുക്കും? 10 രൂപ. ഇത്ര വലിയ പഴംപൊരിയോ? ഇതൊരു പകുതി കായ ഉണ്ടല്ലേ? ഉണ്ണപ്പൊരിയാണോ? പഴംപൊരി കൂടാണ്ട് ബോണ്ടയും പരിപ്പോടയൊക്കെ ആയിരുന്നു കേട്ടോ അന്നേ ദിവസം ഉണ്ടായിരുന്നത്. എല്ലാത്തിനും നല്ല സ്വാദാണ്. സ്നേഹത്തോടെ കൊടുക്കുന്ന ഭക്ഷണത്തിന് അല്ലേലും ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഉള്ളത്. ഇത് കൂടാണ്ട് ഉണ്ണിയപ്പവും അവില് വിളയിച്ചതും കപ്പ വറുത്തയൊക്കെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. അവില് വിളയിച്ചത് ഞാൻ വന്ന ദിവസം ഇല്ലായിരുന്നു. ഈ ഒരു കപ്പ വറുത്തത് ഓർഡർ അനുസരിച്ചൊക്കെ അമ്മ ചെയ്ത് എടുക്കുന്നുണ്ട്. കപ്പ പുഴുങ്ങി ഇതൊക്കെ ആൾക്കാർ വരുമ്പോ ഓർഡർ ചെയ്ത് കൊടുക്കും. 1 കിലോ 2 കിലോ ഒക്കെ പുറത്തേക്ക് പോവാറുണ്ട്. ഉച്ചക്കത്തെ ഭക്ഷണമായിട്ടാണ് അമ്മ രാവിലെ തന്നെ വരുന്നത്. സഹായത്തിന് ആരെങ്കിലും നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ളതൊന്നും കിട്ടുന്നില്ല. കിട്ടുന്നത് വെച്ചിട്ട് ദിവസം കട മുന്നോട്ട് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. ഒന്നും ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും അസുഖം വന്നാലോ എന്നാട്ടോ അമ്മ പറഞ്ഞത്. ഞായറാഴ്ചയും അമ്മ എന്തായാലും കട തുറക്കും. ലൊക്കേഷൻ ആലപ്പുഴ തമ്പകച്ചോട് ഗവൺമെന്റ് UP സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടാണ്. സ്കൂളിന്റെ ലൊക്കേഷൻ ഇട്ടാൽ മതി. കയ്യിൽ കാശ് കരുതുക. ഗൂഗിൾ പേ ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും കഴിച്ചു നോക്കുക.